സാറ്റർഡേ ഈവനിങ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഞങ്ങളുടെ കൂടെ പുതിയൊരാളും കൂടി ഉണ്ട്. ഇതാണ് ഇർഹ ബേബി. ഷീസ് മൈ സ്റ്റുഡന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. ഷീസ് മോർ ഓഫ് ലൈക്ക് എ ഡോട്ടർ ടു മീ. 1 വയസ്സുള്ളപ്പോൾ ഞാൻ ബേബി സിറ്റ് ചെയ്ത് തുടങ്ങിയത് ആള് ഇപ്പൊ എന്റെ സ്റ്റുഡന്റ് കൂടിയാണ്. മോളിൽ എത്തിയപ്പോൾ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞ് മൂന്നാളും കൂടി ഞങ്ങളെ ഫുഡ് കോർട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ബർഗറും ഫ്രൈസും ഒക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോഴേക്കും ഇർഹ ബേബിയുടെ ബാബ വന്നിട്ടുണ്ടായിരുന്നു അവളെ പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾക്ക് ബൈ ഒക്കെ പറഞ്ഞ് പുള്ളിക്കാർ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ കുറച്ച് ബാത്ത് ആൻഡ് ബോഡി പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഈ ഷോപ്പിലേക്ക് വന്നു. ഇവിടുന്ന് കുറച്ച് ഷവർ ജെല്ലും ബോഡി സ്ക്രബൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇക്കയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നു. ഇക്ക എന്തെങ്കിലും ഷോപ്പ് ചെയ്യുക എന്നുള്ളത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണ്. പിന്നെ അതിനും കൂടി ഞാൻ വാങ്ങിക്കാറുണ്ട്. പുള്ളി സെലക്ട് ചെയ്യാനും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ആദ്യം കാണുന്ന 3-4 അങ്ങ് എടുക്കും, അത്രയേ ഉള്ളൂ. ഈ ബാഗ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ അത് വാങ്ങി. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ഒരു പെർഫ്യൂം എടുക്കാൻ വന്നു. ഈ ഹോപ്പ് എന്ന് പറഞ്ഞ ഫ്രാഗ്രൻസ് എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബർത്ത്ഡേക്ക്. നല്ല സ്മെല്ല്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും. അതിനുശേഷം എൻ്റെ സ്വന്തം തറവാട്ടിലേക്ക് വന്നു, സെഫോറ. എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണിത്. ഇവിടെ വന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് കുറച്ച് സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഒരു തെറാപ്പി പോലെ. എന്നെ പോലെ മേക്കപ്പും സ്കിൻ കെയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയോ, റീറ്റെയിൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ടേം തന്നെ ഉണ്ട്. നമ്മുടെ മനസ്സിന് ഒരു ലോങ് ടേം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഈ ലാൻകോമിന്റെ പെർഫ്യൂം കുറച്ച് നാളുകൊണ്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് പർച്ചേസ് ചെയ്യണം. എന്റെ ഷാമ്പൂ കഴിയാറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് കെരട്ടൈസിന്റെ ഷാമ്പൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയൊരു വേരിയന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെനിക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്സും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞാൻ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് ക്ലാസിക് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നല്ല നാടൻ ഫുഡ് കഴിക്കാൻ ക്രേവ് ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ചായ കുടിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അന്നത്തെ മെനുവിൽ നല്ല അടിപൊളി കപ്പയും മീൻ മുളകിട്ടതും കിഴിപ്പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം വാങ്ങി. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ആ ഒരു നാടൻ മസാലയുടെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം റാപ്പ് ചെയ്തു.